അടുത്ത ഒരു ഇന്റർവ്യൂവറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എമർജിംഗ് ഇന്റർവ്യൂവർ ഓഫ് ദ ഇയർ 2025 അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ഈ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റായിട്ട് ഇപ്പൊ പോകുന്ന ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും ആ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന ഇന്റർവ്യൂസും ഒക്കെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിൽ ഒരാളാണ് അദ്ദേഹം. അഗൈൻ എ വെരി വെൽ റിസർച്ച്ഡ് ഇന്റർവ്യൂവർ രജനീഷ്. ഒരാളുടെയും സ്വകാര്യതയിൽ കടന്നു കയറാതെ അറിയേണ്ട കാര്യങ്ങൾ നിറപുഞ്ചിരിയോടെ ചോദിക്കുന്ന അഭിമുഖക്കാരൻ. അഭിമുഖം ചെയ്യുന്നവർക്കിടയിലെ സൂപ്പർ സ്റ്റാർ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വിശേഷിപ്പിച്ച സോഷ്യൽ മീഡിയയിലെ താരം. അഭിമുഖം ചെയ്യുന്ന വിഷയങ്ങളിലെ അറിവും പ്രതിഭയും ആത്മാർത്ഥമായ സമീപനവും കൊണ്ട് ഡിജിറ്റൽ വേൾഡിലെ പുതുതലമുറ ഇങ്ങേരൊരു സംഭവം തന്നെ എന്ന് വിശേഷിപ്പിച്ച ഇന്റർവ്യൂവർ. ഹൃദയത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിലിടം നേടിയ സംസാര പ്രിയൻ. ബെസ്റ്റ് ഇന്റർവ്യൂവർ എമർജിംഗ് 2025 രജനീഷ് VR. Everyone, please put your hands together and welcome Rajneesh VR, the emerging interviewer of the year 2025. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് ആ ഒരു ചെറിയ വരയാണല്ലോ അത് വേർതിരിക്കുന്നത്, അത് പ്രൈവറ്റും പേഴ്സണലും തമ്മിൽ. അത് വളരെ കൃത്യമായി നോക്കുന്ന ഒരാളും കൂടിയാണ്. പ്ലീസ് ബ്രിങ് ഔട്ട് ദി മൊമെന്റം. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. ഇവിടെ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അമൃതയെ കുറിച്ച്, അമൃത TV ശരിക്കും ഈ ക്യാമറയിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാ. അതായത് തിരുവനന്തപുരത്തായിരുന്നു ഈ യൂണിറ്റ് ആദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്റെ കൂടെ ഉള്ളവരാണ് എല്ലാവരും. അപ്പൊ ഞാൻ തിരിച്ചിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളതാണ്. കാരണം സിറ്റിസൺ ജേർണലിസം പോലൊരു പ്രോഗ്രാം അന്ന് തുടങ്ങുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നതൊക്കെ സിറ്റിസൺ ജേർണലിസത്തിന്റെ പാർട്ടാണ് ആക്ച്വലി. പക്ഷെ അന്ന് സിറ്റിസൺ ജേർണലിസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് CJ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ചെയ്യുന്ന, ഇവിടെ ഇരിക്കുന്ന മിക്കവരും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അതാണ്. സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒരു ബേസ് ആണ് അത്. കാരണം ജേർണലിസം പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അന്ന് തെളിയിച്ചത്. ആ വഴിയിൽ ഇന്ന് വന്നൊരു അവാർഡ് വാങ്ങിക്കുമ്പോൾ, കാരണം ആ വഴിയിൽ അന്ന് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോവിഡ് ആണല്ലോ മാറ്റിമറിക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് റിവേഴ്സ് തിരിച്ചു വന്നില്ല. അതെ അതെ അതാണ് സർക്കിൾ ഓഫ് കർമ്മയാണ്. അതെ, അപ്പോ ആ നടപ്പ് നിർത്തണ്ട, ഇത് പിടിച്ച് ഒന്ന് നടക്കുക അവിടേക്ക് ഒരു 20 അടി. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാത